വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വൈശാഖ്, നിങ്ങളുടെ സ്വന്തം വിജയാർ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ 2 കൊല്ലങ്ങളിലായി USS പരീക്ഷയിൽ നിരന്തരം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ്. ബേസിക്കലി കുറെ കാര്യങ്ങൾ കഴിഞ്ഞ 2 കൊല്ലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ സെറ്റ് ആക്കും മക്കളെ. നമുക്ക് കൂടുതൽ സമയം കളയാണ്ട വേഗം ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ പഠിക്കാൻ? ആദ്യം തന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ട് ഇടാം. നമുക്ക് സമയം കളയാതെ ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്ക്. എന്താ ക്വസ്റ്റ്യൻ? എന്താണ് സംഭവം? സിമ്പിൾ ആണ്. നോക്ക്, 5ന്റെ പുറകെ ആരുണ്ട്? മൈനസ് ഉണ്ട്. 10ന്റെ പുറകെ ആരുണ്ട്? മൈനസ് ഉണ്ട്. ക്വസ്റ്റ്യൻ സിമ്പിൾ. -5 -10 എങ്ങനെയാണ് അത് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. അതായത് 2 നമ്പറിന്റെ പുറത്ത് ആരുടെയൊക്കെ 5ന്റെ പുറത്തും 10ന്റെ പുറത്തും മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ 5ഉം 10ഉം കൂട്ടിയാൽ മതിയോ. ആ 5ഉം 10ഉം കൂട്ടിയിട്ട് 15 എഴുതുക. ശേഷം ആ കിട്ടിയ ഉത്തരത്തിന്റെ പുറകെയും ആരിട്ട് കൊടുക്കുക? മൈനസ്. നമ്മുടെ ഉത്തരം സെറ്റ്. ഏതാ? -15. റെഡി അല്ലേ? ഇതുപോലൊരു ചോദ്യം താഴത്തുണ്ട്, ചെയ്ത് നോക്കാം അല്ലെ. സിമ്പിളാ. എന്താ ചെയ്യേണ്ടത്? 8ന്റെ പുറത്ത് അതുപോലെ 10ന്റെ പുറത്ത് 2 നമ്പറിന്റെ പുറത്തും മൈനസേ ഉള്ളൂ. മൈനസ് ഉണ്ടാവണം കേട്ടോ. മൈനസ് മാത്രമാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ മൈനസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ 10ഉം ഈ 10ഉം ഈ 8ഉം അങ്ങോട്ട് കൂട്ടുക. 10ഉം 8ഉം കൂട്ടുമ്പോ 18. ആ 18ന്റെ പുറമേയും ആരിട്ട് കൊടുത്താൽ മതി? മൈനസ് ഇട്ട് കൊടുത്താൽ മതി. സെറ്റ്. ഉറപ്പ്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അടുത്ത മോഡലിലേക്ക് പോയാലോ? അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നേരത്തെ ചോദ്യവും ഈ ചോദ്യം തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നേരത്തെ നോക്കൂ, നടുക്ക് ചിഹ്നങ്ങളായിട്ടൊന്നുമില്ല അല്ലെ. ഇവിടെ ഇൻറ്റു എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ ഇവിടെ കറക്റ്റ് എന്തുണ്ട്? ഇൻറ്റു ഉണ്ട്. കണ്ടോ? ഗുണനുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, 2 നമ്പറിന്റെ പുറമേയും മൈനസും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ആണെങ്കിൽ ചിന്തിച്ചോ, മൈനസും ഗുണിക്കുമ്പോൾ എന്തായി പോവും? പോസിറ്റീവ് ആയി പോവും. ആരായി പോവും? പോസിറ്റീവ്, പ്ലസ് ആയിട്ട് പോവും. അതായത് മൈനസും ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും. സിമ്പിൾ. ഇനി എന്താ ചെയ്യാ? സിമ്പിളാ. നോക്ക്, 5ഉം 6ഉം ഗുണിക്കുക. ഇവിടെ ഗുണിക്കാനാണ്, അതുകൊണ്ട് ഗുണിക്കുക. നേരത്തെ ഗുണിക്കാനില്ലായിരുന്നു. അപ്പൊ 5ഉം 6ഉം ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5 6 30. കണ്ടോ? 30 ആൻസർ. ഇത് പോസിറ്റീവ് ആവും എന്നൊക്കെ പറയുന്നൊക്കെ ശരി. നമുക്ക് ഇവിടെ പ്ലസ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 30 എന്ന് പറഞ്ഞാലും പ്ലസ് 30 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചെയ്യാലോ. സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ. ഈ 3ഉം ഈ 10ഉം അങ്ങോട്ട് ഗുണിക്കുക. 3 × 10 30. ചിഹ്നം എന്താ? ഞാൻ പറഞ്ഞിരുന്നു എന്താ? മൈനസും ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവാ കിട്ടുക. അവിടെ പ്ലസ് ചെയ്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത് തന്നെ എഴുതിയാൽ മതി. സെറ്റ്. ഇത്ര പണിയുള്ളൂ. റെഡി ആണല്ലോ. അപ്പൊ നേരത്തെത്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നടുക്ക് ഇൻറ്റു ഉണ്ടെങ്കിൽ ആ ഗുണിക്കുക പകരം അല്ലെ എന്ത് ചെയ്യണം? ഗുണിക്കുന്നതിന്റെ കൂടെ എന്ത് കൂടെ ഇടണം? ആ ചിഹ്നം മാറ്റണം. എങ്ങനെ? മൈനസ് എന്താവും? പ്ലസ് ആവും. സിമ്പിൾ. റെഡി അല്ലേ? നമുക്ക് അടുത്ത മോഡലിലേക്ക് പോവാം. യെസ്, നമുക്ക് അടുത്ത മോഡൽ ഒന്ന് പഠിച്ചാലോ? ചോദ്യം ഇത് വായിച്ചു നോക്കാം അല്ലെ. എന്താ ക്വസ്റ്റ്യൻ? 5ന്ന് 15 കുറച്ചാൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 5ന്ന് 15 കുറച്ചാൽ, അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? 5 ചെറിയ നമ്പർ അല്ലേ, 15 വലിയ നമ്പർ അല്ലേ. ചെറുതെന്ന് വലുത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അവിടെ എന്തുണ്ടാവും? ആ മൈനസ് ഉള്ള ചിഹ്നം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ശേഷം നിങ്ങൾ എന്തിട്ടാ മതി? സാധാരണ 15ന്ന് 5 കുറച്ചാൽ എത്രയിടവും? 10. അത് എഴുതിയാൽ മതി. സെറ്റ്. ഇത്ര പണിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 5ന്ന് 15 കുറയ്ക്കാന്നാ പറയുന്നത്. അപ്പൊ -10 ആയിരിക്കും ഉത്തരം. സിമ്പിള്. അപ്പൊ എന്താ ഇത് ശരിക്കും എങ്ങനെയാ പറയേണ്ടതെന്നറിയോ? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം എന്നൊക്കെയാണ് പറയുക. നിങ്ങളിപ്പോ എങ്ങനെ പഠിച്ചു വെച്ചോ, 5 ചെറുതാണ്, 15 വലുതാണ്. അപ്പൊ അത് മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസ് വന്നു അല്ലെ. ചെറുതെന്ന് വലുത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ മൈനസ് വന്നു. എന്നിട്ട് സാധാരണ കുറയ്ക്കുന്ന പോലെ കുറച്ചാൽ മതി. ഉത്തരം സെറ്റ്. റെഡി ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ ചെയ്ത് നോക്കാം അല്ലെ. 4ന്ന് 10 കുറയ്ക്കുകയാണ്. 4ന്ന് 10 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ 4ന്ന് വലിയ 10 കുറയ്ക്കാന്നാണ്. ചിഹ്നം ശ്രദ്ധിക്കണേ, മൈനസ് ഇടാം. ഈ സാധാരണ 10ന്ന് 4 കുറച്ച് നോക്ക്. 10ന്ന് 4 ജസ്റ്റ് ആയിട്ട് കുറച്ചാൽ മതിയടോ. 6. സെറ്റ്. റെഡി അല്ലേ? അപ്പൊ ചെറുതെന്ന് വലുത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു മൈനസ് ഉണ്ടാവും. ഓർത്ത് വെച്ചാൽ സാധനം കിട്ടും.
അടുത്ത മോഡലാണ് നിങ്ങളുടെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച മോഡൽ. റെഡി ആണല്ലോ പഠിക്കാൻ? അപ്പൊ റെഡി ആണെങ്കിൽ എന്റെ പൊന്നു മക്കള് ഈ ചോദ്യത്തിന് ഉത്തരം കൂടെ സെറ്റ് ആക്കും. ഇതാ നോക്കിക്കോ, ക്വസ്റ്റ്യൻ എന്താ അറിയോ? -5 + 10. ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കുക, ഇവിടെ പ്ലസ് ചിഹ്നമുള്ള ഒരു നമ്പർ ആണുള്ളത്. പ്ലസ് ചിഹ്നമുള്ള നമ്പറാണ് വന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ 10നെ ഇങ്ങോട്ട് കുറച്ചാൽ മതി. എങ്ങോട്ടാ കുറയ്ക്കേണ്ടത് നോക്ക്? 10നെ ഇങ്ങോട്ട് കുറയ്ക്കുക. അതായത് ഇവിടെ പ്ലസ് ചിഹ്നമാണ്, അതുകൊണ്ട് 10നെ 5 കുറയ്ക്കുക. 5 കുറയ്ക്കുക. എത്രയാ? 10 5 പോയാൽ എത്രയാടോ? നമ്മുടെ ഉത്തരം 5 തന്നെയാണ്. സെറ്റ്. ഇത്ര പണിയുള്ളൂ. എന്താ സംഭവം എന്താ മനസ്സിലായല്ലോ? ഈ 10ന്ന് 5 അങ്ങോട്ട് കുറയ്ക്കാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. ദാ ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോ. നോക്ക്, ദാ ഇവിടെ +25 അല്ലെ? എവിടെ? ദാ ഇവിടെ +25. ഓൻ എങ്ങോട്ട് കുറച്ചാൽ മതി. കാരണം എന്താ? ഇവിടെ മൈനസ് ഉണ്ട്. ദാ ഇവിടെ മൈനസ് ഉണ്ട്. അതുകൊണ്ട് ഈ 25നെ ഈ 25നെ ഇങ്ങോട്ട് കുറച്ചാൽ മതിയോ? അപ്പൊ -20 അല്ലേ? അപ്പൊ 25ന്ന്, അതായത് 25ന്ന് 20 കുറയ്ക്കുന്നതിന് തുല്യമാണ് ഇതിന്റെ ഉത്തരം എന്നാ പറയണത്. ദേ നമ്മുടെ ഉത്തരം വീണ്ടും 5 അല്ലേ? അത് സെയിം 5 വന്നതാ കേട്ടോ. റെഡി ആണല്ലോ? സിമ്പിൾ ആണല്ലോ? ഓക്കെ. അപ്പോ ഇതുപോലെ 2 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നാൽ നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സിലൂടെ അല്ലേ? അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും അതിന്റെ കൂടെ തന്നെ ഇടുക. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. നിർബന്ധമായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമന്റ് ബോക്സിൽ ഇടുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ചോദ്യം സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാം. ഞാനൊന്ന് ചെറിയൊരു ഹിന്റ് തരാം. 25 അപ്പൊ മൈനസ് ആണ് അല്ലെ? പ്ലസ് ഉള്ള നമ്പർ ഇങ്ങോട്ട് കുറച്ചാൽ മതി. അവിടെ പ്ലസ് ഉള്ള നമ്പർ ഇങ്ങോട്ട് കുറച്ചാൽ മതി. ഉത്തരം സെറ്റ്. റെഡി ആണല്ലോ? കുറച്ച് മുന്നേ പഠിച്ച അതേ മോഡൽ. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണാം. ഈ ക്ലാസ്സിന്റെ പാർട്ട് 2 വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർബന്ധമായിട്ടും അതും നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഇറ്റ്സ് മീ VJR. ഗുഡ് ബൈ.